സന്തോഷായിരുന്നു അതാണ്. ആ കണക്കില്ലേ അത് തലേന്ന് പോയോട് കൂടിയിട്ട് കുട്ടി നന്നായി. പാവം, ഇത് നമ്മള് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അവൻ എന്തോരം മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. എടാ മോനെ, സ്കൂളിലേക്കാ 9 മണി ആയിട്ടേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നേരത്തെ പോവേ. എനിക്ക് ഭയങ്കര ഒരു മൂഡ് സ്കൂളിൽ പോയി. അതെന്താ അങ്ങനെ ഒരു മൂഡ്? കിട്ടിയല്ലോ. എന്നൊരു കാര്യം ചെയ്യ്, അച്ഛൻ കൊണ്ടുവിടാ ആ ചാവീണ്. അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ പോവാ. ഇല്ലടാ അച്ഛൻ കൊണ്ടുവിടാ. വേണ്ട അച്ഛാ, ദീപക്കന് സൈക്കിളുണ്ട്. അതെ, എന്തായാലും മന്ത്രിക്ക് ആ എഴുത്തെഴുതാൻ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് വളരെ നന്നായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് SLC പാസ്സാവേ. അതെ, അത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. അതെ, കത്തൊന്ന് മന്മഥനോട് പറഞ്ഞോ? അയ്യോ, മന്മഥനോട് പറഞ്ഞില്ലല്ലോ. പറയണ്ടേ? ആ ഫോൺ കൊടുത്തേ. അതെ കോയ, ഞാൻ ഈ ലെറ്റർ വീട്ടിനാണ് കാണിച്ചോട് കൂടിയിട്ടാണ് ഒരിത്തിരി സമാധാനം ഉണ്ടായത്. മണ്ടോദരിക്ക് സന്തോഷമായി, ചെക്കനെ സന്തോഷമായി. അതാ വന്നല്ല. വാ മന്മഥാ. എന്തേലും ആവട്ടെ, കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടക്കുമെന്ന് മനസ്സിലായില്ലേ? പിന്നല്ലേ, ഇതിപ്പോ നമ്മുടെ അച്ഛന്മാരൊക്കെ ചെയ്തിരുന്ന വെച്ചാൽ നമ്മളിപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ. ഓഫീസിൽ പോകേണ്ട തിരക്കിലാണ്. ഒന്നുമില്ല, ഞാൻ മറ്റേ നമ്മുടെ ആ ചെക്കന്റെ കാര്യം പറയുന്നത് മന്ത്രിക്ക് കത്തയച്ചു എന്ന് പറഞ്ഞല്ലേ. മന്ത്രിയുടെ ലെറ്റർ വന്നു, സംഗതി ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ കോയ, മന്ത്രിമാരായ എങ്ങനെ വേണം? മറുപടി അയച്ചു, ഒരു റെക്കമെൻഡേഷനും ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു കത്തന അയച്ചപ്പോ ഒരാഴ്ച ആയിട്ടില്ല, അപ്പോഴേക്ക് വന്നു മറുപടി. അതെ, അത് പോട്ടെ, മറുപടിയിൽ എന്താ പറഞ്ഞേക്കണേ? എന്താ സംഗതി ഒക്കെ ഓക്കെയാണ്, ഒരു വിഷയമില്ല എന്നാണ്. കണക്ക് പരീക്ഷ വേണ്ടെന്നാ? വേണ്ട രീതിയിൽ നടപടി എടുക്കാന്നുള്ളത് ഉണ്ടായില്ലേ? അത് നോക്ക്. താങ്കളുടെ പരാതി കേട്ടു, അനുഭാവപൂർവ്വം പരിഗണിക്കാം. എന്ത് കണ്ടാന്ന്? ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ പരാതി കേട്ടു, അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറഞ്ഞത് ഉടനെ അങ്ങോട്ട് നിങ്ങളുടെ മോന്റെ പരീക്ഷ അത് വേണ്ടാന്ന് വെക്കലല്ല. എന്റെ സത്യട്ട കാള പറ്റുന്ന കേട്ടോ, ഉടനെ കയറെടുക്കല്ലേ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് എല്ലാ മന്ത്രി ഓഫീസുകളിലും ഇതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോർമാറ്റാണ്. ഒരു 1000-1000 കണക്കിന് ഇത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരാൾ പരാതി ഇട്ടു കഴിഞ്ഞാൽ അത് കേട്ടു പരിഗണിച്ചു മുന്നേ തിരിച്ചു തുറന്ന് അയക്കും. അവർ സീൽ അടിച്ച് ഇങ്ങോട്ട് വിടും. ഇനിയിപ്പോ നിങ്ങൾ ഇതല്ല വേറൊരു പരാതി കൊടുക്കണമെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം ഞാൻ പറയണം. ഇപ്പൊ എന്റെ സുഹൃത്ത് കോയയുടെ കഴുത്ത് വെട്ടണം, എനിക്കത് വേണമെന്ന് പറഞ്ഞൊരു പരാതി അയച്ചോക്കെ, അത് ഉടനെ പറയും നിങ്ങളുടെ പരാതി കേട്ടു, അനുഭാവപൂർവ്വം പരിഗണിക്കാം. അതൊരു ഉദാഹരണം പറഞ്ഞത്. ഇതാണ് സംഭവം. ഇത് ശരിയാവൂലേ? അവൻ കണക്ക് പരീക്ഷ എഴുതേണ്ടി വരുമോ? പിന്നെ എഴുതണ്ടേ? ഏട്ടൻ അവനോട് പഠിക്കണ്ടെന്നെല്ലാം പറഞ്ഞാ? ഇനിയിപ്പോ ആ വിഷയം നോക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഏട്ടാ, ചെറുക്കനോട് കുത്തിയിരുന്ന് പഠിക്കാൻ പറയും. കോയക്കാ, നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോണ്ടല്ലോ, കണക്ക് പരീക്ഷയിലാന്ന് ഞാൻ പുലർച്ചെ 3 മണിക്ക് എണീറ്റിരുന്നാ പഠിച്ചത്. എന്നിട്ട് മാന്യമായി മാർക്ക് കിട്ടി. ഇനിയിപ്പോ കഥ അതല്ല, ജോലി കിട്ടി 18 വർഷമായി. ഇന്നേ വരെ എൻ്റെ ഓഫീസിൽ അന്ന് കണക്കിൽ പഠിച്ച സൈൻ തീറ്റയോ കോസ് തീറ്റയോ പൈതഗോറസ് തിയറോ A+B ഹോൾ സ്ക്വയറോ ഒന്നും ഉപയോഗപ്പെട്ടിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ 8ാം ക്ലാസ് വരെ കണക്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് കണക്ക് താല്പര്യമുള്ള ഒരു കണക്ക് പഠിച്ചോട്ടെ, അല്ലാത്തവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അപ്പൊ അങ്ങനെ പറ്റില്ലല്ലോ മന്മഥ. പുസ്തകത്തിൽ അച്ചടിച്ചു വന്നിട്ട് കുട്ടികൾ പഠിക്കണ്ടേ? ഇപ്പൊ ചെറുപ്പത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ പഠിക്കണ കാലത്ത് പരശുരാമമായി എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ എന്തിനപ്പൊ അത് പഠിച്ച്? നിങ്ങളെ കഥ കേട്ടുന്നല്ലേ ഓഫീസിൽ മോനോട് പഠിക്കാൻ പറയും. അതെ, സംഗതി ഇപ്പൊ മന്മഥ അങ്ങനെ പറഞ്ഞാലും ഈ സ്കൂളിൽ എന്നിട്ട് HM ഒന്ന് കണ്ടാലും ചിലപ്പോ അവരെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. ഒന്ന് പോയി കണ്ടു. ഈ മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് സത്യശീലൻ എന്താ മനസ്സിലാക്കിയേ? അത് ഈ കണക്ക് വിഷയം കൂട്ടാതെ തന്നെ അവൻ്റെ ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം കൂടി പരിഗണിച്ചിട്ട് അവനെ SSLC പരീക്ഷയ്ക്ക് പാസ്സാക്കാൻ പരിഗണിക്കുക എന്നുള്ളതല്ലേ? കണക്ക് പരീക്ഷ വേണ്ടാന്ന് വെക്കാം. അതെ, വേണ്ട. അല്ല, ഇത് മാറ്റത്തൊന്ന് വായിച്ചു നോക്കി. അല്ല, നിങ്ങൾ മന്ത്രിക്ക് എന്ത് നിവേദന കൊടുത്തിനി?
ഇതന്നെ ഏത് അല്ല ഈ കണക്ക് പരീക്ഷയിൽ ഒഴിവാക്കിയിട്ട് മറ്റുള്ള വിഷയങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് അവനെ ജയിപ്പിക്കണമെന്ന്. എന്നിട്ട് മൂപ്പര് പരിഗണിക്കാന്ന് പറഞ്ഞോ? പരിഗണിക്കാന്നുള്ള കത്തല്ലേ ഇപ്പൊ ഇത്? നോക്കി പക്ഷേ എന്ത് സത്യശീല, ഇങ്ങനെ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും കൊണ്ടുപോയി മന്ത്രിക്ക് അപേക്ഷ കൊടുത്താൽ പരീക്ഷ തന്നെ നടത്തണ്ടല്ല. പിന്നെ എന്നെ പോലുള്ള മാഷുമാരുടെ ജോലിയും വേണ്ട. എന്താ നിങ്ങൾ ഈ പറയണ? അല്ല, നിങ്ങൾ ഏത് കാലത്ത് ജീവിക്കണേ? ഇവിടെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് SLC പരീക്ഷ എഴുതുന്നത്. അതെ. നിങ്ങളെ കുട്ടീനെ മാത്രം കണക്ക് പരീക്ഷ എഴുതാണ്ട് അങ്ങോട്ട് ജയിപ്പിക്കല. സത്യശീല, നമ്മൾ ഈ മന്ത്രിമാർക്കും MLA-മാർക്കൊക്കെ നിവേദനം കൊടുത്താൽ അവരെന്താ മറുപടി പറയാ? നോക്കാം, ശ്രമിക്കാം എന്നല്ലേ? പരിഗണിക്കാം എന്നൊക്കെയല്ലേ പറയാ? ഇത് അത്രേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് പരിഗണിച്ചു എന്നൊരു നിയമം വന്നിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചേ. പരിഗണിച്ചു എന്ന് എഴുതിയില്ല എൻ്റെ അകത്ത്. പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ അത് ശ്രമിക്കാം, ന്യായമായതാണെങ്കിൽ പരിഗണിക്കാം, ഇങ്ങനെയാണ് അവർ പറയുള്ളൂ. അല്ല അപ്പൊ അവൻ കണക്ക് പരീക്ഷ എഴുതേണ്ടി വരുമോ? പിന്നെ എഴുതേണ്ടി വരും. അയ്യോ സാറേ, അവൻ കണക്ക് പുസ്തകം കത്തിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എൻ്റെ അടുത്ത് കണക്ക് പുസ്തകം കൊണ്ട് ഞാൻ വേറെ തരാം, അതിന് പൈസ തരണ്ട. അവനോട് 2 അക്ഷരം പഠിച്ചുകൊണ്ടിട്ട് എഴുതാൻ പറ. അതെ, എന്താ പറയുക, ചില വിഷയങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. കണക്കിന് പ്രത്യേകിച്ചും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. അതുകൊണ്ട് അവനെ കഴിയുന്ന പോലെ പഠിച്ചിട്ട് എഴുതാൻ പറയേ. അങ്ങനെയൊക്കെ എഴുതിയാൽ മതി, ഇന്നത്തെ കാലത്തൊക്കെ ജയിച്ചോളൂ. ബാക്കി വിഷയങ്ങളിലൊക്കെ മാർക്കില്ലേ മോന്? മാത്സിൽ ജസ്റ്റ് പാസ് കിട്ടിയാ പോരെ, അതിനൊന്നും ഒന്നും ശ്രമിക്കാൻ പറയും. അല്ല സാറേ, അവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ വന്നോണ്ടിരുന്നത്. അതായത് നിങ്ങൾ അവനോട് ഈ വിഷയം ഭയങ്കര പ്രശ്നമാണ്, ഇത് എഴുതി ജയിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിക്കല്ലേ. ഇല്ല, ഓനെ നിനക്ക് കഴിയുന്ന പോലെ മതി, നീ ഒഴിവുള്ള സമയമൊക്കെ പഠിക്കുക, എഴുതെന്ന് പറഞ്ഞിട്ട് അവൻ എഴുതട്ടെ, ജയിക്കും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. മതി. അല്ലാണ്ട് ഇതൊന്നും നിങ്ങൾ നടപ്പാകുന്ന കാര്യമല്ലത്. പിന്നെ അല്ലാണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ മൂപ്പര മോൻ മാത്രം മാത്സ് പരീക്ഷ എഴുതിക്കണം. പല വിഷയത്തിനും മോശമായ പിള്ളേരുണ്ടാവും, അവരൊക്കെ മന്ത്രിക്ക് അപേക്ഷ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അല്ല, അപ്പൊ ഇത് പരിഗണിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ വന്നതാണ്. പരിഗണിക്കാമെന്ന് എഴുതിയുള്ളൂ, പരിഗണിച്ചു എന്ന് എഴുതിയില്ലല്ലോ. അത് ആവശ്യം എന്താണെന്ന് നോക്കിയിട്ട് ന്യായമാണെങ്കിൽ പരിഗണിക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ന്യായമല്ല, സാറ് പറഞ്ഞല്ല. ഇപ്പൊ ഈ നിങ്ങൾ കൊടുത്ത പരാതി എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർ കേട്ടാ ശരിക്കില്ലേ, കണക്കങ്ങടെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കണക്ക് മാസൊക്കെ വരെ പോണ്ടി വരില്ലേ? കണക്ക് ഒഴിവാക്കിയിട്ട് വല്ലതും നടക്കും. മാഷെ, ഭയങ്കര പ്രശ്നമാണ്. എന്താ ടീച്ചറെ? ഇവനെ കൊണ്ട് ഭയങ്കര വലിയ ശല്യ. എനിക്കെതിരെ ബാലാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കുന്നൊക്കെയാ പറയണേ. അതെന്തിനാടാ നീ അവന്റെ ബാഗ് പരിശോധിച്ചേന്? അതിനിപ്പോ ബാഗ് പരിശോധിക്കാൻ പാടില്ലേ? ഞാൻ നിന്റെ ടീച്ചറല്ലേ? ബാഗ് പരിശോധിക്കണ്ട. എന്തിനാ ടീച്ചർ ഇപ്പൊ അവന്റെ ബാഗ് പരിശോധിച്ചത്? എന്റെ മാഷെ, രുദ്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മോതിരം കാണാനില്ലെന്ന് പറഞ്ഞ് അവള് രാവിലെ തൊട്ട് കരച്ചിൽ തുടങ്ങിയതാ. കൂടെയുള്ള പിള്ളേരെല്ലാം പറഞ്ഞു ഇവര് ഭയങ്കര കൂട്ടാണ്, തോളത്ത് കയ്യൂട്ട് പാട്ടും പാടി നടക്കലാണ് പതിവ്. ഇവന് രുദ്ര? ആ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്റെ ബാഗ് ഒന്ന് നോക്കാന്ന്. ഞാൻ അവന്റെ ബാഗ് നോക്കി, അപ്പൊ മോതിരം കിട്ടി. രുദ്രയുടെ മോതിരം നിന്റെ ബാഗിൽ വന്ന്? അവന്റെ മോതിരം? നിന്റെ മോതിരം? ചേച്ചിയുടെ മോതിരാ. നിന്റെ ചേച്ചിയുടെ മോതിരം എങ്ങനെയാണ് അവളുടെ കയ്യിൽ വന്ന്? ഞാൻ കയ്യിലിട്ട് കൊടുത്ത അവളെ. ഇവിടെ എന്താ മനസ്സമ്മതോ അങ്ങനെ മോതിരം ഇട്ട് കൊടുക്കാൻ? മോതിരം മാറ്റം കഴിഞ്ഞപ്പോ? അല്ല, നീ മോതിരം ഇട്ട് കൊടുത്താണ് ശരി, പിന്നെന്തിനാണ് അവളുടെ മോതിരം അവൾ അറിയാണ്ട് നീ എടുത്ത് നിന്റെ ബാഗിൽ വെച്ച്? അത് വീട്ടിൽ അന്വേഷിച്ച മോതിരം പോലീസ് കേസ് ആയെന്ന് അറിഞ്ഞപ്പോ ഞാൻ രുദ്രോട് ചോദിച്ചു, അവള് തന്നില്ല. അപ്പൊ ഞാൻ അവളുടെ മോഷ്ടിച്ച്. അപ്പൊ വീട്ടിൽ നിന്ന് മോഷിച്ച് അവൾക്ക് കൊടുത്ത് പിന്നെ അവളുടെ നിന്ന് മോഷിച്ച് നിന്റെ ബാഗിൽ വെച്ച്.